ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. അവൾ IPLൻ്റെ പുതിയ സീസണ് തുടക്കം കുറിക്കാൻ പോവുകയാണ്. മാർച്ച് 22-ാം തീയതി മുതൽ ചെന്നൈ RCB പോരാട്ടത്തോടുകൂടി പുതിയ IPLന് തുടക്കം കുറിക്കും. ഇത്തവണ IPLന് ശേഷം നടക്കുന്നത് മെഗാ താരലയമായതിനാൽ തന്നെ പല താരങ്ങളും ടീമുകളിൽ ഇടം പിടിക്കാനുള്ള കിണഞ്ഞ പരിശ്രമം തന്നെയായിരിക്കും നടത്തുക. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മലയാളി താരം സഞ്ജു സാംസണെ കുറിച്ചുള്ളതാണ്. നമുക്കറിയാം, വരാനിരിക്കുന്ന IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനാണ് സഞ്ജു സാംസൺ. 2022 അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം തുടക്ക സീസണിൽ തന്നെ രാജസ്ഥാൻ ഫൈനൽ കളിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോറ്റ് കിരീടം നഷ്ടപ്പെടുകയായിരുന്നു. 2023 തൊട്ടടുത്ത, അതായത് കഴിഞ്ഞ സീസണിൽ തുടക്കം വളരെ മികച്ചതായിരുന്നെങ്കിൽ പോലും അവസാന കുറേ മത്സരങ്ങളിലെ മോശം റിസൾട്ടുകൾ കാരണം രാജസ്ഥാന് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. രാജസ്ഥാൻ റോയൽസിൽ നിലവിൽ സഞ്ജു സാംസന്റെ വാർഷിക പ്രതിഫലം എന്ന് പറയുന്നത് 14 കോടി രൂപയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. 2022 ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം തുടക്ക സീസണിൽ രാജസ്ഥാനെ ഫൈനൽ കളിപ്പിച്ചതൊഴിച്ചതല്ലാതെ കഴിഞ്ഞ സീസണിൽ കാര്യമായ പ്രകടനം ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ ഇതാ പുതിയ IPL സീസണ് തുടക്കം കുറിക്കാൻ പോവുകയാണ്. സോ മലയാളി താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സീസണാണ് വരാൻ പോകുന്നത്. ഈ ഒരു സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ പ്ലേ ഓഫിലെങ്കിലും എത്തിച്ചില്ലെങ്കിൽ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിലുള്ള സ്ഥാനം തെറിച്ചേക്കും. നമുക്കറിയാം, നിലവിൽ ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട് തുടങ്ങിയ എക്സ്പീരിയൻസ്ഡ് പരിചയസമ്പന്നരായ താരങ്ങളുള്ളപ്പോഴാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജോസ് ബട്ട്ലറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോലും IPLൽ വളരെ വർഷത്തെ പരിചയസമ്പത്തുള്ള താരം തന്നെയാണ്. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിനോട് ഏറെക്കാലമേ അദ്ദേഹം IPL കളിക്കുന്നുമുണ്ട്. ഒപ്പം ഇംഗ്ലണ്ട് നാഷണൽ ടീമിൻ്റെ T20 നാഷണൽ ടീമിൻ്റെ നായകനുമാണ് ജോസ് ബട്ട്ലർ. ഇംഗ്ലണ്ടിന് T20 വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുത്ത നായകൻ. ഇങ്ങനെ ഒട്ടേറെ പദവികൾ അലങ്കരിച്ചിട്ടുള്ള ജോസ് ബട്ട്ലറെ പോലൊരു താരം രാജസ്ഥാൻ്റെ നിരയിൽ അവൈലബിൾ ആയിരിക്കുമ്പോഴാണ് മലയാളി താരം സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻസി വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത്. സോ സഞ്ജുവിനെ സംബന്ധിച്ച് ഈ ഒരു സീസൺ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ഒരു സീസൺ രാജസ്ഥാൻ റോയൽസിനെ മികച്ച ഒരു പൊസിഷനിൽ ഫിനിഷ് ചെയ്യാൻ താരത്തിന് സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസ് ഇത്തവണ താരത്തെ റിലീസ് ചെയ്തേക്കാം. IPLന് ശേഷം നടക്കുന്ന മെഗാ താരലയത്തിൽ ഒരുപക്ഷെ സഞ്ജു സാംസന്റെ പേര് വന്നേക്കാം. പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, നിരവധി ക്ലബ്ബുകൾ ഇതിനോടൊക്കെ തന്നെ സഞ്ജു സാംസനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രാജസ്ഥാൻ റോയൽസിന് ഒരു IPL കിരീടം നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ തന്നെ താരം ക്ലബ്ബ് വിടാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നില്ല. എന്നിരുന്നാലും വരാനിരിക്കുന്ന IPL സീസൺ മലയാളി താരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സീസൺ തന്നെയാണ്. ഈ ഒരു സീസൺ രാജസ്ഥാൻ റോയൽസിനെ ഒരു മികച്ച പൊസിഷൻ വരെയെങ്കിലും എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ സഞ്ജു സാംസൺ ഒരുപക്ഷെ ഈ ഒരു സീസണോട് കൂടി രാജസ്ഥാൻ റോയൽസിൻ്റെ പടിയിറങ്ങിയേക്കാം. നേരത്തെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ് തുടങ്ങിയ ടീമുകൾ സഞ്ജുവിനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.